അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായി റമളാൻ മാസം വരവായി. റമളാൻ മാസം നമ്മൾ പതിവാക്കേണ്ട ദുആ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നതാണ്. റമളാൻ മാസം അവസാനം വരെ 3 തവണ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഈ ദുആ ചൊല്ലുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ ദുആയുടെ അർത്ഥം: അല്ലാഹു അല്ലാതെ ആരാധനയിൽ നിന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നാഥ, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. നിന്റെ സ്വർഗത്തെ ഞാൻ ചോദിക്കുകയും നിന്റെ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയും ചെയ്യുന്നു. റമളാൻ മാസത്തിലെ ആദ്യത്തെ 10 നമ്മൾ പതിവാക്കേണ്ട ദുആ. ഈ ദുആ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും 3 തവണ ചൊല്ലേണ്ടതാണ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഈ ദുആയുടെ അർത്ഥം: പരമകാരുണ്യവാനായ നാഥ, എന്നോട് നീ കരുണ കാണിക്കണമേ. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ദുആയുടെ അർത്ഥം: ലോകരക്ഷിതാവായ അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. അതേപോലെ മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ. ലോകരക്ഷിതാവായ നിന്റെ സ്വർഗത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഈ ദുആയുടെ കൂടെ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ കൂടി ഉൾപ്പെടുത്തുക. ഈ ദുആയുടെ അർത്ഥം: അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതിനാൽ എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. റമളാൻ മാസത്തിലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആയും, രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ 10ആയും, മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10ആയും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ പഠിക്കുവാനും പകർന്നു നൽകുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.